വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് 10-12 വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി അതിലെ വെള്ളമൊക്കെ തുടച്ചെടുക്കണം. അതിനുശേഷം ഇങ്ങനെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി അരിഞ്ഞെടുത്ത വെണ്ടയ്ക്കയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ എണ്ണ ചേർത്ത് ഇളക്കുമ്പോൾ നമ്മൾ ഇട്ട മസാലയെല്ലാം അത് നല്ലതുപോലെ പിടിച്ച് കിട്ടും. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മസാല പുരട്ടി അപ്പം തന്നെ ഇത് വറുത്തെടുക്കാം. ഇതുപോലെ ഒരു ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ടിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റുള്ള വെണ്ടയ്ക്ക ഫ്രൈ റെഡി.